കുരുമുളക് ഉപ്പൊക്കെ ഇട്ടുകൊണ്ടുള്ള ചാർക്കോൾ. അപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ പകരം ഇതാ ഉപയോഗിക്കുക. സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നെഗറ്റീവ് എഫക്ട്സിനെ കുറിച്ചും പഠിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഒബ്സസ് ചെയ്യുക എന്നുള്ളത്. നമ്മളത് പക്കായിട്ട് എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിക്കാണ്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഒബ്സസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ്. ഞാനും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് സ്ലീപ്പ് ആങ്സൈറ്റി ഉണ്ടാവും അവിടെ. സ്ലീപ്പ് ആങ്സൈറ്റി പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങി ഒരു ദിവസം, അപ്പോൾ നമുക്ക് നല്ല റെസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു, രാവിലെയൊക്കെ നല്ല എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് 8 മണിക്കൂർ ഉറക്കം വേണം, ഒരു ആവറേജ് ചെയ്യാൻ പറയാം. പിന്നീട് പല ദിവസങ്ങളിൽ നമുക്ക് 8 കിട്ടാത്ത ദിവസങ്ങൾ, ഇപ്പോൾ 7:30 കിട്ടി അല്ലെങ്കിൽ 6 കിട്ടി, ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് നേരത്തെ എണീറ്റ് പോകേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് പിന്നെ അവിടെ എന്തുണ്ടാവും, ആക്ച്വലി നമ്മുടെ ബോഡിക്ക് ഫീലിംഗ് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അയ്യോ എനിക്ക് 8 മണിക്കൂർ കിട്ടിയില്ലല്ലോ, 8 മണിക്കൂർ കിട്ടിയാലല്ലേ എനിക്ക് എനർജി ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്ത കാരണം, സ്ലീപ്പ് ആങ്സൈറ്റി കാരണം ചിലപ്പോൾ നമ്മൾ ആ ഒരു ഡേ അൺപ്രൊഡക്റ്റീവായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നത്, ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. പക്ഷേ അതിന് എന്ത് ചെയ്യരുത്, ഓവറായിട്ട് ഒബ്സസ് ചെയ്യരുത്. ഒരു 80 to 85% എല്ലാ കാര്യങ്ങളും പകർത്തിയിട്ട് ഒരു നല്ലൊരു സ്ലീപ്പ് കിട്ടാൻ നോക്കുക. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് രാത്രി വൈകി കിടക്കേണ്ടി വരും, മീറ്റിങ്സുകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഉണ്ടാവും, നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം സംസാരിച്ചിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ എണീറ്റാണ്ട് ചില വർക്ക് ചെയ്യാനുണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ലൈഫാണ്, അതിൻ്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. 100% പെർഫെക്ഷൻ നോക്കാതെ എന്ത് ചെയ്യുക, ഒരു 80 to 85% കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നല്ലൊരു സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, പോയിന്റ്സുകളാക്കിയാണ് പറഞ്ഞുതരാം. എന്നിട്ട് അതിൻ്റെ ശേഷം, ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് രാവിലെയാണ്, ഞാൻ ജിമ്മിൽ പോയി വന്നിട്ട് ഈവനിങ് എൻ്റെ സ്ലീപ്പ് റൂട്ടീൻ അല്ലെങ്കിൽ വൈൻഡ് ഡൗൺ റൂട്ടീൻ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു വ്ളോഗ് രീതിയിൽ കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. ഞാനും പെർഫെക്റ്റ് അല്ല, ഞാൻ എല്ലാ ദിവസവും കറക്റ്റ് 8-8.5 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് ഒരേ ടൈമിൽ ഉറങ്ങി ഒരേ ടൈമിൽ എണീറ്റ് ഇങ്ങനെ എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയി പോകുന്ന ആളൊന്നല്ല. ഞാൻ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയി കണ്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വർത്താനം പറഞ്ഞാണ്ടോ, അല്ലെങ്കിൽ വർക്കൗട്ട് നേരം വൈകിയാണ്ടോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ നേരം വൈകിയാണ്ടോ ഒക്കെ ഉറങ്ങാൻ വൈകലുണ്ട്. അതുപോലെ രാവിലെ ചില ദിവസങ്ങളിൽ വൈകി എണീക്കലൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഷെഡ്യൂളുകൾ കൊളാവലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, നമ്മളോട് കഴിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പോകാൻ നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഇൻകൺസിസ്റ്റൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യരുത്, കുറ്റബോധം വന്നാണ്ട് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്താണ്ട് പിന്നെ ഉള്ളതും കൂടി ഇല്ലാതാക്കരുത്. നമുക്ക് എന്ത് ചെയ്യുക, ഇറ്റ്സ് ഫൈൻ, യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പം എന്ത് ചെയ്യുക, ഞാൻ ചെയ്യണം അതേപോലെ തന്നെ കോപ്പി അടിച്ചാണ്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഓരോരുത്തരുടെയും ബയോളജി, ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് ഓരോ പോലെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാല്യുബിൾ ആണെന്ന് തോന്നുന്ന സംഭവങ്ങൾ മാത്രം നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് ചെയ്യുക. തിങ്സ് ടു റിമെമ്പർ, നോട്ട് ടു ഒബ്സസ്, അങ്ങനത്തെ അവിടെ ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ സംഭവം, എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറങ്ങാൻ പോവുക, അതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എണീക്കുക. ടൈമിംഗ് ആണ് ഞാൻ പറയണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഉറങ്ങാൻ പോകുന്നത് ഒരു 10 മണിക്കാണെന്നുണ്ടെങ്കിൽ, ഞാൻ എണീക്കുന്നത് ഒരു 6 മണിക്കാണെന്നുണ്ടെങ്കിൽ, അവിടെ എനിക്കൊരു 8 മണിക്കൂർ ഗ്യാപ്പ് കിട്ടി, 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റി, 8 മണിക്കൂർ ബെഡിൽ കിടക്കാൻ പറ്റി. അപ്പോൾ എല്ലാ ദിവസവും 10 മണി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു 10, 10:15, 10:20 വരെ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ 9:45, 9:40 വരെ, അങ്ങനെ ആ ഒരു വിൻഡോൻ്റെ ഉള്ളിൽ. ഇനി എണീക്കുകയാണെങ്കിൽ 6 മണി തൊട്ട് ഒരു 6:15, 6:20 വരെ, അല്ലെങ്കിൽ ഒരു 5:45, അതിൻ്റെ ആ ഒരു സൈക്കിളിൽ അല്ലെങ്കിൽ ആ ഒരു വിൻഡോൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര രീതിയിൽ ഫ്ലക്ച്വേഷൻസ് വരാതെ, ഒരു ദിവസം 10 മണിക്ക് കിടന്നു, പിറ്റേ ദിവസം 12 മണിക്ക്, പിറ്റേ ദിവസം 1 മണിക്ക്, പിറ്റേ ദിവസം 9 മണിക്ക്, ഇങ്ങനെ കിടക്കുന്നതിൻ്റെ പകരം എല്ലാ ദിവസവും ആൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറങ്ങാൻ പോകുന്ന ടൈമും എണീക്കുന്ന ടൈമും മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അടുത്തത്, എത്ര നേരം ഉറങ്ങണം എന്നുള്ള കേസ്, അത് ഓരോരുത്തരുടെ ബയോളജിക്ക് അനുസരിച്ചാണ്. ചില ആൾക്കാർക്ക് ബെഡിൽ ചിലപ്പോൾ ഒരു 9 മണിക്കൂർ കിടക്കേണ്ടി വരും, ചില ആൾക്കാർക്ക് 8 മണിക്കൂർ മതിയാവും, ചില ആൾക്കാർക്ക് 7 മണിക്കൂർ മതിയാവും, ചില ആൾക്ക് 6 മണിക്കൂർ മതിയാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെ ജെനറ്റിക്സ് ആണ്. അത് ഒരു ഇന്ന എമൗണ്ട് 8 മണിക്കൂർ കറക്റ്റ് സ്ലീപ്പ് പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 6 മണിക്കൂറൊക്കെ സ്ലീപ്പ് ചെയ്തുകൊണ്ട് നല്ല എനർജിയോടെ നടക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരു പ്രശ്നമില്ലാതെ. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ 6 മണിക്കൂർ ഉറങ്ങി നോക്കുക, 7 മണിക്കൂർ ഉറങ്ങി നോക്കുക, 8 മണിക്കൂർ ഉറങ്ങി നോക്കുക, 9 മണിക്കൂർ ഉറങ്ങി നോക്കുക. എന്നിട്ട് ഇതിൽ ഏറ്റവും നമുക്ക് ഫീലിംഗ് റെസ്റ്റഡ് ആയിട്ട് തോന്നുന്നത്, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എനർജി ഉണ്ട്, നമുക്കൊരു അലാറം ക്ലോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെ സ്ലീപ്പിൽ എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ടൈം ഏതാണ് നോക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക ടൈമിങ്ങും. അല്ലാതെ 8 മണിക്കൂർ തന്നെ ഉറങ്ങണം എന്നൊന്നുമില്ല, അതൊരു ആവറേജ് ആയിക്കാണ്ട് പറയുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ്, നമ്മൾ സ്ലീപ്പിൻ്റെ ടൈം ഞാൻ പറഞ്ഞല്ലോ, 7, 8, 9 ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ആ ടൈമിന് എപ്പോഴാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങളെ ക്രോണോ ടൈപ്പിനനുസരിച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ രാത്രി ഒരു 9 to 10 അതിൻ്റെ ഉള്ളിലേക്കാരം അങ്ങോട്ട് കൊണ്ട് ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിലൊക്കെ മാക്സിമം അതിൻ്റെ ഉള്ളിലായിരിക്കും ഉറങ്ങാൻ പോകുന്നുണ്ടാവുക. രാവിലെ ഒരു 5 to 6 അതിൻ്റെ ഉള്ളിലേക്ക് എണീക്കുന്നുണ്ടാവുക. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി എനിക്ക് തോന്നിയത്.
പക്ഷേ ഇതേ സംഭവങ്ങൾ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും അട്ടർലി ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ ക്രോണോടൈപ്പ് ചിലപ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഒരു 11 മണി 12 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ ഒരു 7 മണി 8 മണിക്കൊക്കെ എണീക്കുന്ന ടൈപ്പായിരിക്കും നിങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഉറങ്ങിയിട്ട് കുറച്ചുകൂടി നേരത്തെ ഉറങ്ങി കുറച്ചും കൂടി നേരത്തെ എണീക്കുന്ന ടൈപ്പായിരിക്കും. അപ്പോൾ ഒരാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബയോളജിക്ക് അനുസരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോസിറ്റീവ് അല്ല നെഗറ്റീവ് എഫക്റ്റാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ലൈഫ് വെച്ചാണ് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന ടൈം രാവിലെയാണോ അതോ രാത്രിയാണോ, നിങ്ങൾക്ക് ഏറ്റവും ഫോക്കസ് കിട്ടുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളെ ക്രോണോടൈപ്പ് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. പല ടൈമിൽ ഉറങ്ങി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് റെസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ടൈം ഏതാണ്, അതെന്ത് ചെയ്യുക? ടൈമിങ് ഏതാണ്, അത് സെലക്ട് ചെയ്യുക. ഇനി നാലാമത്തത് സ്ലീപ്പിന് ക്ലോസ് ആയിട്ട് ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഡിന്നർ, അതുപോലെ വർക്കൗട്ട്, അതുപോലെ വാട്ടർ ഇൻടേക്ക്, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഡിന്നറിൻ്റെ കേസ് പറഞ്ഞുതരാം. ഡിന്നർ കഴിക്കുന്നത് ഒരു 3 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കാൻ നോക്കുക ഉറങ്ങുന്നതിൻ്റെ. ഞാൻ എൻ്റെ ഷെഡ്യൂൾ വെച്ചാണ് നോക്കുമ്പോൾ എനിക്കൊരു 2-2.5 മണിക്കൂർ മുമ്പൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഒരു 3-4 മണിക്കൂർ ബാക്കൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ജിമ്മ് കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞ് പിന്നെ ഉറങ്ങാൻ പോകുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ വളരെ കുറഞ്ഞൊരു ഗ്യാപ്പ് കിട്ടുന്നുള്ളൂ. പക്ഷേ ഒരു 2-2.5 മണിക്കൂർ ഗ്യാപ്പ് വെക്കാൻ ശ്രദ്ധിക്കലുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് 2 കാര്യം നടക്കാണ്ട്. 1 ഡൈജഷൻ നടക്കാണ്ട്, 2 സ്ലീപ്പിൽ നടക്കേണ്ട കോഗ്നേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ, നമ്മൾ മെമ്മറി കൺസോൾട്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മൾ ജിമ്മിലൊക്കെ പോയി വന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ നമ്മളെ മസിലിൻ്റെയൊക്കെ ഓരോ റിപ്പയറും കാര്യങ്ങളൊക്കെ നടക്കാണ്ടാവും. അപ്പോൾ ഇതവിടെ നടക്കണം. അതുപോലെ ഡൈജഷൻ അവിടെ നടക്കണം. ഇത് രണ്ടും ക്ലോസ് ആയിക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡ് കഴിച്ചാണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും അവിടെ എന്തേ നടക്കുള്ളൂ? ഡൈജഷനേ നടക്കുള്ളൂ. നമുക്ക് സ്ലീപ്പിൻ്റെ കാര്യങ്ങൾ കുറച്ച് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫുഡിന് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് ഉറങ്ങാൻ പോവുക. അപ്പോൾ നിങ്ങൾക്ക് റിക്കവറി ഉണ്ടാവും, അതുപോലെ ഡൈജഷനും ഉണ്ടാവും. പിന്നെ അതേപോലെ സ്ലീപ്പിന് ക്ലോസ് ആയിക്കാണ്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹേർട്ട് ബീറ്റൊക്കെ കൂടി നിൽക്കുമായിരിക്കും വർക്കൗട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ റെസ്റ്റിംഗ് ഹേർട്ട് റേറ്റ് ഒക്കെ ഭയങ്കര മുകളിലായിരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യും. അതുപോലെ വാട്ടർ ഇൻടേക്ക്, നമ്മൾ സ്ലീപ്പിന് ക്ലോസ് ആയിട്ട് രാത്രി ഇപ്പോൾ ഈവനിങ് കഴിഞ്ഞതിന് ശേഷം വാട്ടർ ഇൻടേക്ക് കുറക്കുക. നല്ലോണം വാട്ടർ ആ ഒരു സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷനെ എന്തിനൊന്നും അഫക്റ്റ് ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല സ്ലീപ്പ് സൈക്കിളിലൊക്കെ ഡീപ്പ് സ്ലീപ്പിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മൾ മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അടുത്തതാണ് സൺലൈറ്റ് മോർണിംഗ് സൺലൈറ്റും അതുപോലെ ഈവനിങ് സൺലൈറ്റും. ഇവിടെ ഞാൻ സൺലൈറ്റിൻ്റെ മറ്റ് ബെനിഫിറ്റ്സുകളൊന്നും പറയണില്ല. അതിന് ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ സ്ലീപ്പിനായിട്ടാണ് പറയുന്നത്. സ്ലീപ്പിന് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സർക്കേഡിയൻ റിതം, അതിൻ്റെ ടൈമിങ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ക്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എണീക്കണതും അതേപോലെ ഉറങ്ങാൻ പോകുന്നതൊക്കെ എന്തിൻ്റെ ബേസിലാണ്? ലൈറ്റിൻ്റെ ബേസിലാണ്. ലൈറ്റ് വരുന്നു, ലൈറ്റ് പോകണം. ഇപ്പോൾ നിങ്ങൾ മൃഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് ക്ലോക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ ഒരു കറക്റ്റ് ആ സൺറൈസ് വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, സൺസെറ്റ് ആകുമ്പോൾ കൂട്ടൊക്കെ പോകുന്നുണ്ട്, ഓലെ കൂടാണയുണ്ടോല്. അപ്പോൾ ആ ഒരു അതേപോലെ തന്നെ മനുഷ്യന്മാർക്കും എന്താണ്, നമ്മുടെ ഉള്ളിലൊരു ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ട്, സർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ലൈറ്റ് സെൻസിറ്റീവാണ്. അപ്പോൾ രാവിലെ നിങ്ങൾ എണീറ്റേക്കും നിങ്ങൾക്ക് മോർണിംഗ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇത് പകലായി, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടൈമായി, നമുക്ക് ആക്റ്റീവ് ആവാനുള്ള ടൈമായി എന്നുള്ള രീതിയിൽ നമ്മളെ ബോഡി ആക്റ്റീവ് ആവും. അതുപോലെ വേറെയും കുറേ ബെനിഫിറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സ്ലീപ്പിൻ്റെ കാര്യം മാത്രം പറഞ്ഞുതരാം. ഇനി അതുപോലെ ഈവനിങ് സൺലൈറ്റിൻ്റെ ബെനിഫിറ്റ് എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് രാത്രി നമ്മൾ ഫോണൊക്കെ നോക്കുന്നതും അതുപോലെ മറ്റു ബ്ലൂ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ എഫക്റ്റുകൾ കുറക്കാൻ പറ്റും ഈവനിങ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ. ആൻഡ്രൂ വിബർമാൻ്റെ പോഡ്കാസ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കിയൊരു സംഭവമാണ്. നമുക്ക് ഈ വൈകുന്നേരത്തെ സൺലൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് നമുക്ക് ഫുള്ളി ഇല്ലാതാക്കാൻ പറ്റും എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. ഇനി അടുത്ത പോയിൻ്റാണ്, ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു വർക്കിനൊക്കെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്കൂൾക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ടാവും, ഇപ്പോൾ ഞാൻ വർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ എണീക്കേണ്ടി വരും, നേരത്തെ എണീക്കാണ്ട് വർക്കിന് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്ലീപ്പ് എന്ത് ചെയ്യുക? നമുക്ക് വീക്കെൻഡിൽ ഉറങ്ങാം. അതായത് എല്ലാ തിങ്കൾ മുതൽ ശനി വരെ 7 മണിക്കൂർ ഉറങ്ങിയാണ്ട് ഞായറാഴ്ച ഈ എല്ലാ ദിവസവും കഴിഞ്ഞ 6 ദിവസം നമുക്ക് മിസ്സായ സ്ലീപ്പ് ഒക്കെ പാടെടുത്ത് കണ്ട് എന്ത് ചെയ്യും? സൺഡേ ഉറങ്ങും. അപ്പോൾ ആ മിസ്റ്റേക്ക് ചെയ്യരുത്. അത് നമ്മളെ സർക്കേഡിയൻ റിതത്തിനെ തെറ്റിക്കും. ആ ഒരു ദിവസം കുഴപ്പമുണ്ടാവില്ല. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ അന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ഉറങ്ങിയതുകൊണ്ട് രാത്രി പെട്ടെന്ന് ഉറക്കം വരില്ല. അപ്പോൾ നമ്മൾ വൈകി കിടക്കും. വൈകി കിടന്നാൽ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീക്കാൻ പറ്റില്ല. ഇങ്ങനെ ആ ഒരു സൈക്കിൾ ആകെ കൊളാവും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ദിവസവും ഏകദേശം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോവുക. വീക്കെൻഡിൽ കൂടുതൽ ഉറങ്ങണു അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇനി അടുത്ത സംഭവമാണ് മേക്ക് യുവർ റൂം കൂൾ ആൻഡ് ഡാർക്ക് ഉറങ്ങുന്നതിന് മുമ്പ്. അത് എത്രേ ഉള്ളൂ, നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് നല്ലൊരു റെസ്റ്റ്ഫുൾ ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി പോകുന്ന ഡേ ടെമ്പറേച്ചർ, നമ്മൾ ഒരു ദിവസം കടന്നു പോകുന്ന ടെമ്പറേച്ചറിനെക്കാട്ടും 1-2 ഡിഗ്രി എന്തായിരിക്കണം? കുറവായിരിക്കണം നല്ലൊരു ഉറക്കം കിട്ടണമെങ്കിൽ.
അപ്പോൾ എയർ കണ്ടീഷണറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് എന്ത് ചെയ്യുക, ഇപ്പോൾ രാവിലെ ഒരു 25-26 ഇപ്പോൾ മഴക്കാലം ആയതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ഡിഗ്രി കുറച്ച് ഒരു 20 അല്ലെങ്കിൽ ഒരു ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിട്ട് നല്ല കൂളായിട്ടുള്ള എൻവയറമെൻറ്റിൽ ഉറങ്ങി കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുമ്പോൾ റൂം മാക്സിമം കർട്ടനൊക്കെ അടിച്ചാണ്ട് ഡാർക്ക് ആക്കാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതിന് പകരം പീസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ നോക്കുക. ജേർണലിങ്, അതുപോലെ ഫിക്ഷൻ വായിക്കുക. ഞാൻ ചെയ്യുന്ന സംഭവമാണ് ഫിക്ഷൻ വായിക്കുക, അതുപോലെ സ്ട്രെച്ച് ചെയ്യുക, വേണമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഓവർലി നമ്മളെ ഹേർട്ട് ബീറ്റൊക്കെ കൂട്ടുന്ന, നമ്മുടെ ബ്രെയിനിനെയും ബോഡീനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന. ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഡോപ്പമിൻ കിട്ടും, നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമല്ലോ, നമ്മുടെ ബോഡീനെയും ബ്രെയിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കിയിട്ട് റിലാക്സിങ് ആയിട്ടുള്ള കാര്യം ചെയ്യുക. നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറക്കാനും നമുക്ക് ബേസിക്കലി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ നല്ലൊരു സ്ലീപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഫോൺ കാണുക, അതേപോലെ TV കാണുക, ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓൾറെഡി ബെസ്റ്റ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ ടിപ്പായിട്ട് പറഞ്ഞുതരാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് സംഭവം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ സർക്കേഡിയൻ റിതം എന്ന് പറയുന്നത് ലൈറ്റ് സെൻസിറ്റീവ് ആണ്. നമ്മളെ ഇൻറ്റേർണൽ ക്ലോക്ക് ലൈറ്റ് സെൻസിറ്റീവ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ലൈറ്റുകളും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ബ്രൈറ്റ് ലൈറ്റുകൾ, പ്രത്യേകിച്ച് വീട്ടിലുള്ള ലൈറ്റുകൾ ഓവർ ഹെഡ് ലൈറ്റുകളായിരിക്കും. ഓവർ ഹെഡ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സൺലൈറ്റിനെ പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. നമുക്ക് മോർണിംഗിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റുകളൊന്നും ഒന്നുമല്ല. നമ്മളെ ബോഡീൻ്റെ സിസ്റ്റത്തിന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ട്യൂബ് ലൈറ്റിൽ നിന്നൊക്കെ വരുന്ന വെളിച്ചം പോരാ. അതായത് 10,000 ലക്സ് എങ്കിലും വേണം, സൺലൈറ്റൊക്കെ വേണം, നല്ല പവറുള്ള. പക്ഷേ ലേറ്റർ പാർട്ട് ഓഫ് ദ ഡേ നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മളെ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ, നമുക്ക് സ്ലീപ്പ് വരാനുള്ള സംഭവമാണല്ലോ, ഹോർമോണാണല്ലോ മെലാറ്റോണിൻ. ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലേ ചെയ്യാനൊക്കെ ചെറിയ ലൈറ്റ് തന്നെ മതി. അതായത് നമ്മളെ ട്യൂബ് ലൈറ്റും അതുപോലെ ഫോണിൻ്റെ ലൈറ്റൊക്കെ തന്നെ മതി. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, മാക്സിമം ലൈറ്റുകളൊക്കെ ഡിം ചെയ്താണ്ട് കുറച്ചും കൂടി നമ്മൾ സൺസെറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെയല്ലോ, നമ്മളൊരു ഡാർക്ക് എൻവയറമെൻറ്റിലായിരിക്കുമല്ലോ. അപ്പോൾ മോർണിംഗിൽ അത്ര ബ്രൈറ്റ് അല്ലാത്തൊരു എൻവയറമെൻറ്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മളെ ഇൻറ്റേർണൽ ക്ലോക്ക് ലൈറ്റ് സെൻസിറ്റീവാണ്. ഇനി എന്ത് ചെയ്യുക, ഞാൻ ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞിട്ട് എൻ്റെ നൈറ്റ് റൂട്ടീൻ എങ്ങനെയാണെന്നുള്ളത് ഒരു വ്ളോഗ് രീതിയിൽ കാണിച്ചു തരാം. ജിമ്മ് കഴിഞ്ഞു, ഇനി നമ്മളെ നൈറ്റ് റൂട്ടീനിക്ക് കിടക്കണേ. അതിൽ ആദ്യം ഡിന്നർ ഉണ്ടാക്കണം. സമയം വൈകിക്കണേ, ശരിക്ക് 7 മണിയൊക്കെ ആകുമ്പോൾ കഴിയലുണ്ട്. ഇന്ന് കുറച്ച് വൈകിയാണ്ടാണ്, കുറച്ച് വീഡിയോ എടുക്കാണ്ടായതുകൊണ്ട് നമുക്ക് അത് കുറച്ച് ടൈമുള്ളൂ, 2 മണിക്കൂറുള്ള ഉറങ്ങുന്നതിന് മുമ്പ്. സോ ഫസ്റ്റ് മുട്ട ഉണ്ടാക്കണം. 5 മുട്ട, നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയല്ല, ഇത് നമ്മളെ സാധാ കാസ്റ്റ് അയണിൻ്റെ ചട്ടിയാണ്. പിന്നെ ഇത് മരത്തിൻ്റെ അളക്കുന്ന സംഭവം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, ബട്ടർ, ചട്ടി നല്ലോണം ചൂടാവണം. ചട്ടി നല്ല ചൂടായിട്ട് മുട്ട നല്ല മിക്സാക്കാം. പതപ്പിച്ച് സെറ്റാക്കിയിട്ട് സംഭവം പരിപാടി ഒരു 2 മിനിറ്റ് കൊണ്ട് കഴിയും. ചട്ടി നല്ല ചൂടായിട്ട് ഇട്ടാൽ ഇളക്കി കൊടുക്കുക. ഇത് നോൺ സ്റ്റിക്കിലാവുമ്പോഴേ നമ്മളിങ്ങനെ അളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കെമിക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുണ്ടാവും, നമ്മളറിയില്ല. അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സിലിക്കോണിൻ്റെയൊക്കെ അളക്കുന്ന സാധനം ഉപയോഗിക്കുന്നതും അത്ര നല്ലതല്ല. ഇളക്കുക, പറ്റ ഡ്രൈ ആവണതിന് മുമ്പ് എടുക്കുക. ഒരു ക്രീമി ടെക്സ്ചറിൽ സാധനം റെഡി.
ഡിന്നറിൻ്റെ കൂടെയാണ് ഞാൻ ക്രിയാറ്റിൻ എടുക്കൽ ജിമ്മ് കഴിഞ്ഞിട്ട്. കുഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണ്. നമ്മൾ ഡിന്നർ കഴിക്കുന്നതും ഉറങ്ങുന്നതും തമ്മിൽ ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 2 മണിക്കൂർ ഗ്യാപ്പെങ്കിലും വേണം. ഇപ്പോൾ ഓൾറെഡി 8 മണി കഴിഞ്ഞു. ഞാൻ 10 മണിക്ക് അതിൻ്റെ ഉള്ളിലാണ് ഉറങ്ങല്. 2 മണിക്കൂർ ഗ്യാപ്പില്ല. സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നേരത്തെ വരലുണ്ട്, 7 മണി 7:30 വരലുണ്ട്. ഇന്ന് കുറച്ച് തിരക്ക് കഴിക്കാണ്ട് വൈകി, ജിമ്മിൽ നിന്ന് വരാൻ വൈകി. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വൈകി. അത് കുഴപ്പമില്ല, എന്നാലും 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് 10 മണിയാകുമ്പോൾ. പക്ഷേ ഇതെന്തിനാ വെച്ചാൽ അങ്ങനെ പറഞ്ഞ ഓപ്പണായി പറഞ്ഞ വെച്ചാൽ എല്ലാ ദിവസവും ഒരേപോലെ പെർഫെക്റ്റ് ആവുന്നില്ല. ചില ദിവസം അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നമ്മളെ ലൈഫും പെർഫെക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ ഓണസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. കുളിക്കുന്നതിന് മുമ്പാണ് ഫുഡ് കഴിച്ചത്, വേറൊന്നും കൊണ്ടല്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞു. ഇപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് നേരം ഫോണുമ്പോൾ കളിക്കുകയാണ്. സോഷ്യൽ മീഡിയയും കാര്യങ്ങളും, ഇൻസ്റ്റാഗ്രാം, അതേമാതിരി യൂട്യൂബിൻ്റെ അനാലിറ്റിക്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ ഈ ടൈമിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഉറങ്ങണതിൻ്റെ 1 മണിക്കൂർ മുമ്പാണല്ലോ. അപ്പോൾ ഈ ഗ്ലാസ് വെക്കലുണ്ട്, ബ്ലൂ ലൈറ്റ് ബ്ലോക്കിംഗ് ഗ്ലാസ് വെക്കലുണ്ട്. DNA ഹോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്നുമില്ല, നമ്മൾ ഈ ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഉറക്കം വരുന്ന ഹോർമോണില്ലേ മെലാറ്റോണിന്, അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനെ ചെറുതായിട്ട് ഡിസ്റപ്റ്റ് ചെയ്യും. അത് മാത്രമല്ലാതെ ഇപ്പോൾ രാത്രി വണ്ടി ഓടിക്കണ പോലെ കാണുന്നുണ്ടെങ്കിൽ ഈ വണ്ടീൻ്റെ ബ്രൈറ്റ് ലൈറ്റ് കുത്തുമ്പോൾ അത് നമ്മളെ സ്ലീപ്പിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. കാരണം നമുക്ക് നൈറ്റിക്ക് വന്നു കഴിഞ്ഞാൽ മോർണിംഗിലുള്ള പകൽ പോലെയല്ല. പകലിൽ നമുക്ക് ഇഷ്ടം പോലെ ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കോർട്ടിസോളൊക്കെ റൈസ് ചെയ്ത് നമ്മൾ ആക്റ്റീവ് ആവുള്ളൂ. പക്ഷേ നൈറ്റിൽ നമുക്ക് കുറച്ച് ലൈറ്റ് വന്നാൽ തന്നെ നമ്മളെ ശരീരം വീണ്ടും എന്താവും ഒരു ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകും. നമ്മൾ ആ ഉറക്കം വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ, അപ്പോൾ അതിനൊക്കെ ബാധിക്കും. അപ്പോൾ അതില്ലാതൊക്കെ വേണ്ടിയിട്ട് ഈ ടൈമിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഗ്ലാസ് വെക്കും. ഓക്കെ, അപ്പോൾ ഇനി ബ്രഷ് ചെയ്യാനുണ്ട്. ആ ബ്രഷ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കലില്ല നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ. അതിൻ്റെ പകരം ഈ മിസ് വാക്ക് പറയുന്ന സാധനം, അറാക്ക് എന്ന് പറഞ്ഞ മരത്തിൻ്റെ വേരാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതും അതേമാതിരി ചാർക്കോൾ ഉണ്ടാക്കിയിരിക്കണേ ഉമ്മമാൻ്റെ ഒരു കൂട്ടൊക്കെ വെച്ചാണ്ട് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടുകൊണ്ടുള്ള ചാർക്കോൾ. അപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ പകരം ഇതാ ഉപയോഗിക്കുക. ഈ ചാർക്കോളും വെച്ചിട്ട് അതിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് അതും ഈ ഒരു മിസ്വാക്കും വെച്ചിട്ടാണ് പല്ലേക്കുക. അപ്പോൾ ഇതിന് എന്തൊക്കെയോ ആൻറ്റി ബാക്ടീരിയൽ പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി നമ്മൾ ബ്രഷ് കൊണ്ട് പല്ലേക്കണ പോലെ മൈക്രോ പ്ലാസ്റ്റിക്സ് ഒന്നും അതിൻ്റെ ഉള്ളിൽ പോകില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു തരണം തോന്നി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പാക്കറ്റ് വരിക. അപ്പം ഇനി ഫ്രിഡ്ജിൽ വെള്ളം വെക്കാണ്ട് നാളെ രാവിലെ ഐസ് ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആണ് വീഡിയോ എടുക്കില്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളൊന്നുകൂടി അലേർട്ടായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഐസ് ബാത്ത് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാതിരിക്കൽ. ഈ ലാസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ലാമ്പ് കണ്ടിട്ടില്ല, ഇൻകാൻഡസൻ ലൈറ്റ് വെച്ചാണ്ടുള്ള ആ ലാമ്പ് മുകളിലത്തെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് ആ ലാമ്പിൻ്റെ കീഴിൽ നിന്നാണ്ട് എന്ത് ചെയ്യും, കുറച്ച് നേരം ബുക്ക് വായിക്കും, ഫിക്ഷൻ വായിക്കും. ഇട്ട് കഴിഞ്ഞാണ്ട് സ്ട്രെച്ച് ചെയ്യും, ഉറങ്ങും. ടെൻഡടി അങ്ങനെ നോക്കൂ. നമ്മൾ ലാമ്പ് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ മുകളിലത്തെ ലൈറ്റൊക്കെ ഓഫാക്കും. നമ്മൾ ഉറങ്ങാനായി ഏകദേശം. പിന്നെയുള്ള പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ വായിക്കണത് ഇതാണ്, കൈറ്റ് റണ്ണർ. ഖാലിദ് ഹുസൈനി എഴുതിയ ദ കൈറ്റ് റണ്ണർ എന്ന് പറഞ്ഞ നോവൽ. ഇത് ഫിക്ഷൻ വായിക്കണവർക്കൊക്കെ ഇത് പക്കായിട്ട് അറിയുണ്ടാവും. ഞാൻ ഫിക്ഷനിൽ ആദ്യമായിട്ടാണ്, പുതിയതാണ്, ഇതിൻ്റെ ഫസ്റ്റ് ബുക്കാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇത് വായിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യും. എന്നിട്ട് നാളേക്കുള്ള ഗോൾസുകൾ
പ്ലാൻ ചെയ്യും. അതുപോലെ ജേർണലിങ് കുറച്ച് നേരം ജേർണൽ ചെയ്യും, എന്നിട്ട് ഉറങ്ങും. ഇപ്പോൾ വായിക്കൽ കഴിഞ്ഞു. മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ ഉണ്ട്. ഞാൻ ജനാതിൽ അടച്ചിട്ട് വരാം. അപ്പോൾ വായിക്കൽ കഴിഞ്ഞാൽ ഞാൻ നാളത്തെ ദിവസം പ്ലാൻ ചെയ്യും. അതായത് നമ്മളെപ്പോഴാണ് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അത് എപ്പോഴാണ് എണീക്കുക, എപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക, എപ്പോഴാണ് ജിമ്മിൽ പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരു കാര്യം പറയാൻ മറന്നു, ഇവിടെ എത്തുമ്പോൾ പിന്നെ ഞാൻ ഗ്ലാസ് വെക്കലില്ല കേട്ടോ, ഞാൻ ഊരാൻ മറന്നാണ്. ഇവിടെ ഈ ലാമ്പ് മറ്റേ ബൾബാണ്, ഇൻകാൻഡസെൻ്റ് ആണ്, LED അല്ല. അപ്പോൾ അത് വലിയ പ്രശ്നമല്ല നമുക്ക്, രാത്രി വലിയ പവറും ഉണ്ടാവില്ല. ഇതെന്ത് സംഭവിച്ചാൽ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. എല്ലാ ദിവസവും ഇങ്ങനെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരിക്കണം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിൻ്റെ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ ആ ദിവസത്തെ അന്ന് നടന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ആ ഒരു മെമ്മറി ഒന്നുകൂടി ഇങ്ങനെ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്താണ്ട് ഇതിൽ എഴുതി വെക്കും. അല്ല നമ്മളെപ്പോഴും പോസിറ്റീവ് തോട്ട്സുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റത്തെ പരിപാടി സ്ട്രെച്ച് ചെയ്യാനുണ്ട്. സ്ട്രെച്ച് ചെയ്ത് കൊണ്ട് കഴിഞ്ഞാൽ നേരെ ഉറങ്ങാൻ പോകും. അപ്പോൾ ലേറ്റ് ഇട്ടിക്കണ്, അത് വീഡിയോക്ക് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ആ ഗ്ലാസ് വീണ്ടും വെച്ചിക്കണ്. ശരിക്കും ഇനി ഈ നേരത്ത് LED ഒന്നും ഇടലില്ല, ഈ ലാമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ട്രെച്ചിങ് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചസ് ചെയ്യും. നമ്മളെ കോബ്ര പോസ്, അതുപോലെ ചൈൽഡ് പോസ്. ഇന്ന് ബാക്കും ബൈസെപ്സുമാണ് വർക്കൗട്ട് ചെയ്ത്, അപ്പോൾ അത് ബാക്ക് സ്ട്രെച്ച് ചെയ്യും. പിന്നെ ലെഗ്, നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ജിമ്മിലൊക്കെ പോയി നമ്മൾ കുറേ നേരം ഇരുന്ന് വർക്കൊക്കെ ചെയ്താൽ നമ്മൾ ഫുള്ള് നമ്മളെ എല്ലാ ജോയിൻറ്റും മസിൽസൊക്കെ ഫുള്ള് ടൈറ്റിൽ നിൽക്കായിരിക്കും. സോ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒക്കെ ഒന്ന് റിലാക്സ് ആക്കുക, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയുള്ള സംഭവം ഒരു 5 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യും, എന്നിട്ട് നേരെ ഉറങ്ങാൻ പോകും. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ടാപ്പ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറയണല്ലോ, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ മൗത്ത് ടാപ്പ് ചെയ്യലുണ്ട്. അപ്പോൾ ഇത് ഇനി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. So I hope this video is helpful for you guys. See you in the next video.